ഹലോ, ഇന്ന് നമുക്ക് CID രാമചന്ദ്രൻ റിട്ടയർഡ് SI എന്ന മലയാള സിനിമയുടെ കഥ നോക്കിയാലോ. കഥയുടെ ചുരുക്കം എന്തെന്നാൽ, റിട്ടയർഡ് SI ആയ രാമചന്ദ്രൻ തെളിയിക്കപ്പെടാതെ നിരപരാധി ശിക്ഷിക്കുമെന്നുള്ള ഊർമിള കൊലപാതക കേസ് അന്വേഷിക്കുവാനായും തീരുമാനിക്കുന്നു. ആരായിരിക്കും യഥാർത്ഥ കൊലയാളി എന്നറിയാൻ എങ്കിൽ നമുക്ക് വേഗം സിനിമയുടെ കഥയിലേക്ക് കടക്കാം. സിനിമയുടെ തുടക്കത്തിൽ SI ആയ രാമചന്ദ്രന്റെ റിട്ടയർമെന്റ് ഫംഗ്ഷൻ നടക്കുകയാണ്. രാമൻ തന്റെ അനുഭവങ്ങളൊക്കെ പങ്കുവെക്കും. വീട്ടിലും പാർട്ടി നടക്കുന്നുണ്ട്. അപ്പോൾ രാമൻ ഒരു കോൾ വരും. സനൽ എന്നൊരാളായിരുന്നു വിളിച്ചത്. പിടികിട്ടാപ്പുള്ളിയായ വണ്ടി മോഷ്ടാവ് അവിടെ ഒരു സ്ത്രീയുടെ വീട്ടിലേക്ക് പോകുന്നത് കണ്ടു. അവിടെ തന്നെയുണ്ടെന്ന് പറയും. രാമൻ തന്റെ ഉയർന്ന ഉദ്യോഗസ്ഥനെ വിവരം അറിയിക്കും. റിട്ടയർഡ് ആയാലും താൻ 12 മണിവരെ SI അല്ലേ എന്ന് പറഞ്ഞ് പോലീസുകാരെയും കൂട്ടി ആ വീട്ടിലേക്ക് രാമൻ പോകും. അവിടെയുള്ള സ്ത്രീയാണെങ്കിലോ ഒരു വിധത്തിൽ വീട്ടിൽ കയറാനായും സമ്മതിക്കുന്നില്ല. ഒടുവിൽ പരിശോധിച്ചപ്പോൾ ആരും തന്നെ വീട്ടിലില്ലായിരുന്നു. സനലിനെ വിളിച്ചപ്പോൾ അവിടെ തന്നെയുണ്ട്, ഞാൻ ഇവനെ കണ്ടതാ, അവൻ പോകുന്നുണ്ടോ എന്നറിയാൻ ഞാനിവിടെ നോക്കി നിൽക്കുകയാണെന്നും സനൽ പറഞ്ഞു. അങ്ങനെ രാമൻ ഒരു ഐഡിയ ചെയ്യും. വറ്റൽ മുളക് തീയിലിട്ട് ചൂടും. അതിന്റെ പുക കാരണം വീടിനുള്ളിലെ മോഷ്ടാവ് പുറത്തേക്ക് വന്നു. അവൻ മോഷ്ടിച്ച വണ്ടിയും ഒളിപ്പിച്ചു വെച്ചിരുന്നതും രാമൻ കണ്ടുപിടിച്ചു. അങ്ങനെ രാമനും കുടുംബവും നാട്ടിലേക്കും പോവുകയാണ്. പോകും മുമ്പ് പോലീസ് സ്റ്റേഷനിലേക്ക് വന്ന് എല്ലാവരെയും കാണും. രാമൻ ഇരുന്ന സ്ഥലവും അവിടെ പുതിയ ആൾ വന്ന വിഷമത്തിലും രാമൻ നാട്ടിലേക്ക് പോയി. നാട്ടിൽ ചെന്ന് റബ്ബറൊക്കെ നോക്കി ജീവിക്കാമെന്നാണ് കരുതിയത്. രാമനൊരു മകളുണ്ട്. ഒരിക്കൽ രാമൻ അളിയനൊപ്പം പുറത്തേക്കും പോയി. അളിയൻ അമ്പല കമ്മിറ്റിയിലെ അംഗമായിരുന്നു. അമ്പലത്തിലെ കാണിക്ക വഞ്ചിയിലെ പൂട്ട് മാറ്റി അതിനുശേഷം കാണിക്കയിലെ കാശ് കുറയുന്നു. രാമൻ അത് കണ്ടെത്തും. പൂട്ട് തുറന്നത് ഇടത് കൈവച്ചാണ്. അങ്ങനെയുള്ള ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കണം. മാത്രവുമല്ല, അടുത്തുള്ള ബാങ്കിലൊക്കെ പോയി അന്വേഷിച്ച് ചില്ലറ മാറുവാനായി അടുത്തെങ്കിലും ആരെങ്കിലും വന്നോ എന്ന് അന്വേഷിക്കുവാനായും പറഞ്ഞു. അങ്ങനെ അന്വേഷിച്ചതിൽ പ്രസിഡന്റിന്റെ മകനാണ് ആളെന്ന് കണ്ടെത്തി. അതിന് സഹായിച്ച രാമനെ നാട്ടുകാരെല്ലാം ചേർന്ന് പൊന്നാട അണിയിച്ചു. രാമൻ ഒരു സുഹൃത്തുണ്ട്, ഒരു വക്കീലാണ്. വക്കീലിനെ കാണാനായി ഒരിക്കൽ രാമൻ പോവും. വക്കീല് രാമന് ഒരു ഐഡിയ പറയും. കാരണം രാമൻ ഇപ്പോൾ ജോലിയിൽ നിന്നും വിരമിച്ചൊക്കെ ഇരിക്കുകയല്ലേ. രാമനാണെങ്കിൽ ക്രൈം ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്ന SI ആയിരുന്നതിനാൽ തെളിയിക്കപ്പെടാത്ത കേസുകളൊക്കെ അന്വേഷിക്കുവാനായും വക്കീൽ പറഞ്ഞു. അതിനായി പുതിയൊരു ഓഫീസും ആരംഭിച്ചു. പക്ഷെ ഒരു ജോലിയുമില്ലാതെ ഇരിക്കുകയാണ് രാമൻ. അപ്പോൾ വക്കീലാണെങ്കിൽ ഊർമിള എന്നൊരു സ്ത്രീയുടെ കൊലപാതക കേസ് അന്വേഷിക്കുവാനായും പറഞ്ഞു. കുറ്റവാളി എന്ന് സംശയിക്കുന്ന ജയരാജ് നിരപരാധിയാണ്. അതിന് പിന്നിൽ മറ്റാരോ ഉണ്ടെന്നും വക്കീൽ പറയും. അങ്ങനെ വക്കീലിന്റെ നിർദ്ദേശപ്രകാരം ജയരാജ് രാമനെ കാണുവാനായും വന്നു. നടന്ന സംഭവങ്ങളെല്ലാം തുറന്നു പറഞ്ഞു. അവരുടെ നാട്ടിൽ പുതുതായി താമസത്തിനെത്തിയതായിരുന്നു ഊർമിള. ഭർത്താവുമായി പിണങ്ങിയ ഊർമിളയെ ജയരാജിനൊരു നോട്ടമുണ്ടായിരുന്നു. അത് ജയരാജിന്റെ ഭാര്യയ്ക്കും മകനും ഒക്കെ അറിയാം. ഒരു ദിവസം രാത്രി ഊർമിളയെ കാണുവാനായി ജയരാജ് എത്തി. അവൾക്ക് കുറച്ച് സാധനങ്ങളൊക്കെ കൊടുക്കും. പക്ഷേ ജയരാജ് ഉദ്ദേശിച്ച കാര്യമൊന്നും നടന്നില്ല. ഊർമിള അയാളെ ഇറക്കി വിട്ടു. ആയതിനാൽ അന്നേ ദിവസം രാത്രി ജയരാജ് മെമ്പറുമായി ബന്ധമുണ്ടായതിനാൽ മെമ്പറിന്റെ വീട്ടിലേക്കും പോയി. പിന്നെ വെളുപ്പിനാണ് തിരികെ വീട്ടിലെത്തിയത്. ആ രാത്രിയാണ് ഊർമിളയെ ആരോ കൊന്നുകളഞ്ഞതും. അതിനു പിന്നിൽ ജയരാജാണെന്നും തെളിവുകളും സാക്ഷികളും എല്ലാം ജയരാജിനെതിരായതിനാൽ പോലീസ് ജയരാജിനെ അറസ്റ്റും ചെയ്തു. ജാമ്യത്തിൽ ഇറങ്ങിയിരിക്കുകയാണ് ഇപ്പോൾ ജയരാജ്. കാര്യമെല്ലാം തുറന്നു പറഞ്ഞ ജയരാജ് താനൊരു നല്ല ഭർത്താവല്ലായിരിക്കാം, നല്ലൊരു അച്ഛനല്ലായിരിക്കാം, എന്നാൽ ആരെയും കൊല്ലാൻ കഴിയില്ല എന്ന് ജയരാജ് രാമനോട് തുറന്നു പറഞ്ഞു. രാമന് ജയരാജ് നിരപരാധിയാണെന്ന് മനസ്സിലായി. അങ്ങനെ രാമൻ മെമ്പറിന്റെ വീട്ടിലേക്കെത്തി. ജയരാജ് പറഞ്ഞതെല്ലാം സത്യമാണോ എന്ന് അന്വേഷിച്ചപ്പോൾ ജയരാജുമായി യാതൊരു ബന്ധവുമില്ലെന്നാണ് മെമ്പർ രാമനോടും പോലീസിനോടും ഒക്കെ പറഞ്ഞത്. എന്നാൽ ജയരാജ് മെമ്പറിന് ഓൺലൈനായി ഡ്രസ്സും കുറച്ച് ആഭരണങ്ങളും ഒക്കെ വാങ്ങിയതിന്റെ ഡീറ്റെയിൽസ് രാമന്റെ കയ്യിലുണ്ടായിരുന്നതിനാൽ എല്ലാ സത്യവും മെമ്പറിന് സമ്മതിക്കേണ്ടി വന്നു. നാണക്കേട് പേടിച്ചിട്ടാണ് പോലീസിനോടൊന്നും തുറന്നു പറയാത്തതെന്നും മെമ്പർ പറഞ്ഞു. ഊർമിള മരിക്കുന്ന ദിവസം രാത്രി ജയരാജ് തന്നോടൊപ്പം ഉണ്ടായിരുന്നുവെന്ന് മെമ്പർ സമ്മതിച്ചു. ജയരാജ് നിരപരാധിയാണെന്ന് മനസ്സിലാക്കിയ രാമനാണെങ്കിലോ നേരെ പോയത് ജയരാജിന്റെ വീട്ടിലേക്കായിരുന്നു. ഊർമിളയെയും ജയരാജിനെയും പറ്റി ഭാര്യയോട് ചോദിക്കുമ്പോൾ ഭാര്യ മോശമായാണ് പറയുന്നതും. ജയരാജിന്റെ മകൻ അനന്ത് ജോലി കഴിഞ്ഞിട്ട് അന്നേരം വരും. അനന്ത് ഒരു CCTV ടെക്നീഷ്യൻ ആണെന്ന് കേട്ടതും രാമൻ എന്തൊക്കെയോ സംശയം തോന്നി. അതിനുശേഷം രാമൻ നേരെ പോയത് ഊർമിളയുടെ വീട്ടിലേക്കായിരുന്നു. അവിടെ ഊർമിളയുടെ ഒളിച്ചോടിപ്പോയ മകളും ഭർത്താവുമാണുള്ളത്. പൂട്ട് ശരിയാക്കുകയാണവർ. ഊർമിളയുടെ റൂമിനെ ചാവി കാണുന്നില്ല. കൊലയാളിയാണെങ്കിലോ ചാവി കൊണ്ടുപോയി എന്നാണ് അവർ പറയുന്നത്. മകളോടും മരുമകനോടും ഊർമിളയോടും സ്വത്തിനെ പറ്റി തർക്കമുണ്ടാക്കിയോ എന്ന് ചോദിക്കുമ്പോൾ അവരത് സമ്മതിക്കും. അതിനുശേഷം കേസ് അന്വേഷിച്ച പോലീസ് ഓഫീസറിനെയും കാണുന്നു. ഊർമിളയുടെ ഡെഡ് ബോഡിക്ക് 2 ദിവസത്തെ പഴക്കമുണ്ടായിരുന്നുവെന്നും റൂമിന്റെ ഡോറ് കത്തിച്ചാണ് കൊലയാളി അകത്ത് കയറിയതെന്നും പറയും.
എന്നാൽ കുറച്ചു മണിക്കൂറുകൾ CC ക്യാമറ ഓഫായിരുന്നു. അതിനു മുമ്പുള്ള വിഷ്വൽസിൽ നിന്നാണ് ജയരാജ് വന്ന ഫുട്ടേജ് കിട്ടിയതെന്നും പോലീസ് പറഞ്ഞു. അതിനുശേഷം രാമൻ ഊർമിളയുടെ ഭർത്താവിനെ കണ്ട്, ഊർമിള മരിക്കുന്നതിന് മുമ്പ് ദിവസങ്ങൾക്ക് മുൻപ് നിങ്ങൾ മകളെയും കൂട്ടി അവിടെ ചെന്നിരുന്നോ എന്ന് തിരക്കുമ്പോൾ അത് പ്രശ്നങ്ങൾ പരിഹരിക്കുവാനാണ് പോയത്. പക്ഷേ ഊർമിള അവരെ ആരെയും അകത്ത് പോലും കയറ്റിയില്ല. ഊർമിള തന്റെ മനസ്സിൽ മരിച്ചു, അതുകൊണ്ടാണ് ഡെഡ് ബോഡി കാണുവാൻ പോലും വരാതിരുന്നതെന്നായിരുന്നു ഭർത്താവിന്റെ മറുപടിയും. വക്കീലാണെങ്കിലോ രാമനെ കാണുവാനായി എത്തി. ഇതിന് പിന്നിൽ ഊർമിളയുടെ മരുമകനും ഭർത്താവുമാണോ എന്ന് ചോദിക്കുമ്പോൾ രാമൻ തന്റെ കണ്ടെത്തലുകൾ വക്കീലിനോട് പറഞ്ഞു. ഊർമിളയുടെ ഭർത്താവും മരുമകനുമല്ല ഇതിന് പിന്നിൽ, ഊർമിളയുമായി നല്ല അടുപ്പമുള്ള ആരോ ഒരാൾ. കാരണം മരിക്കുന്നതിന് കുറച്ചു മുമ്പ് ഊർമിള മറ്റൊരാളുമായി സമ്മതപ്രകാരം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിരുന്നു. കൂടാതെ കുറച്ചു മണിക്കൂറുകൾ ക്യാമറ ഓഫായിരുന്നു. അതുപോലെ തന്നെ ആ മാസം മറ്റു 2 ദിവസങ്ങളിലും ക്യാമറ ഓഫായിരുന്നു. അതും ആ നാട്ടിലേക്കുള്ള അവസാന ബസ് വന്നു കഴിഞ്ഞത് മുതൽ ഓഫായി. ആ ബസ് ആദ്യ ട്രിപ്പ് പോകുന്ന സമയം കഴിഞ്ഞ് ഓണായി. അപ്പോൾ ആ പഞ്ചമി ബസ്സിൽ വന്ന അയാളായിരിക്കും കൊലയാളി എന്നും രാമൻ പറയും. അങ്ങനെ രാമൻ പഞ്ചമി ബസിന്റെ കണ്ടക്ടറിനെ കാണുവാനായും പോയി. കണ്ടക്ടർ വഴി സംഭവ ദിവസം രാത്രി പരിചയമില്ലാത്തൊരാൾ തലയിൽ കെട്ടും കെട്ടി ബസ്സിൽ കയറി. മുഖം പക്ഷെ കണ്ടില്ല. പിന്നീട് എന്തോ ചില്ല് പൊട്ടുന്ന ശബ്ദം കേട്ടു. പക്ഷെ അത് ബസ്സിന്റെ ചില്ലല്ല. പക്ഷെ ഇത്രയും ശബ്ദം കേട്ടിട്ടും ആ തലയിൽ കെട്ടും കെട്ടിയിരുന്ന ആൾക്ക് ഒരു ഭാവ വ്യത്യാസവും ഉണ്ടായിരുന്നില്ല. ആശാൻ വളവ് കഴിഞ്ഞ് 5 മിനിറ്റ് കഴിഞ്ഞാണ് ആ സംഭവം ഉണ്ടായതെന്നും ബസ് കണ്ടക്ടർ പറഞ്ഞു. അങ്ങനെ രാമൻ ആശാൻ വളവ് കഴിഞ്ഞ് 5 മിനിറ്റ് യാത്ര ചെയ്ത് ഒരു കവലയിലെത്തി. അവിടെ ഒരു കടയിലെ ചില്ല് പൊട്ടിയിരുന്നു. കാര്യം തിരക്കിയപ്പോൾ ഒരു താക്കോൽ എടുത്ത് നൽകിയിട്ട് ഇത് വീണാണ് ചില്ല് പൊട്ടിയതെന്നും പറയും. അത് ഊർമിളയുടെ വീട്ടിലേതാണെന്ന് മനസ്സിലാക്കിയ രാമനാണെങ്കിലോ ഊർമിളയുടെ വീട്ടിലെത്തി റൂമിലെ പൂട്ട് വാങ്ങി തുറന്നു. സത്യം തന്നെയായിരുന്നു അത്. അടുത്ത ദിവസം വീണ്ടും ആശാൻ വളവിലെത്തി. അവിടെ നിന്ന് താഴേക്കുള്ള വഴിയിലൂടെ നടന്നു. ഒരു പൊട്ടക്കിണറിനടുത്തേക്ക് എത്തിയിരുന്നു. അവിടെയുള്ള റബ്ബർ തൊഴിലാളി വഴി ഈ ഇടയ്ക്ക് പൊട്ടക്കിണറിൽ വീണ് റബ്ബർ തൊഴിലാളിയായ രാജു മരിച്ചുവെന്നറിയും. പിന്നെ തെളിഞ്ഞു കിടന്ന വഴി കാണിച്ചു കൊടുത്തിട്ട് ഇതുവഴി പോയാൽ എവിടെ എത്തുമെന്ന് ചോദിക്കുമ്പോൾ അത് ഊർമിളയുടെ വീടിന് മുന്നിലേക്ക് എത്തുമെന്നും ആ ഒരു റബ്ബർ തൊഴിലാളി പറഞ്ഞു. അത് സത്യമായിരുന്നു. മരിച്ച രാജുവിന്റെ വീട്ടിലെത്തിയപ്പോഴാണ് കാല് തെന്നി വീണാണ് മരിച്ചതെന്നാണ് പോലീസ് പറയുന്നത്. പക്ഷെ എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. പിന്നെ കിണറിൽ നിന്നും ബോഡി എടുത്തപ്പോൾ ഒരു മൊബൈലും കിട്ടി. അത് രാജുവിന്റേതല്ലെന്നും ഭാര്യ പറയും. ആ ഫോണിന്റെ ഡീറ്റെയിൽസ് എടുത്തപ്പോൾ ഒരു നമ്പറിലേക്ക് മാത്രമേ കോൾ പോയിട്ടുള്ളൂ. ഫോണിലെ നമ്പരും വിളിച്ച നമ്പറിന്റെയും ഡീറ്റെയിൽസ് എടുത്ത് അവരുടെ അടുത്ത് ചെന്നപ്പോഴോ ഒരാൾ സുഖമില്ലാതെ കിടക്കുകയാണ്. മറവി ബാധിച്ചിട്ടുണ്ട്. അതുപോലെ മറ്റൊരാളും മറവി ബാധിച്ചിരുന്നു. അയാളും മരണപ്പെട്ടിരുന്നു. 2 ആളെയും കണക്ട് ചെയ്യുന്നത് മെഡിക്കൽ കോളേജാണ്. അവിടുത്തെ ന്യൂറോ വിഭാഗം ഡോക്ടറിനെ ഇവരൊക്കെ കൺസൾട്ട് ചെയ്തിരുന്നു. അടുത്ത ദിവസം ഡോക്ടറിനെ കാണാൻ എത്തിയപ്പോഴാണ് ഒരുപാട് പേർ തന്റെ ഫോൺ അവിടെ മറന്നു വെച്ചിട്ട് പോകുന്നു എന്ന കാര്യം സെക്യൂരിറ്റി സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടെന്നും രാമൻ മനസ്സിലാക്കുന്നതും. സെക്യൂരിറ്റിയുടെ സഹായത്തിൽ മൊബൈൽ മിസ്സായെന്ന് പറയുന്നവരുടെ എല്ലാ ഡീറ്റെയിൽസും എടുത്തു. ഒടുവിൽ രാമൻ ഒരു കൺക്ലൂഷനിലെത്തും. അത് ഉയർന്ന ഉദ്യോഗസ്ഥന് മുന്നിൽ അവതരിപ്പിക്കും. മെഡിക്കൽ കോളേജിലെ ന്യൂറോ വിഭാഗത്തിലെത്തുന്ന രോഗികൾ ഫോണുകൾ മറന്നു വെച്ചിട്ട് പോകാറുണ്ട്. അതാരോ എടുത്തിട്ടുണ്ട്. ഒന്നുകിൽ ആ ആൾ രോഗികളുടെ ബൈസ്റ്റാൻഡേഴ്സ് ആകും, ഇല്ലെങ്കിൽ സ്റ്റാഫുകൾ, ഇല്ലെങ്കിൽ മോഷ്ടാക്കൾ. രോഗികളും ബൈസ്റ്റാൻഡേഴ്സും ആകാൻ സാധ്യതയില്ല. സ്റ്റാഫുകളിലെ കള്ളന്മാരാണെങ്കിലോ എന്ന് രാമൻ പറയുമ്പോൾ മെഡിക്കൽ കോളേജിൽ ജോലി ചെയ്യുന്ന മുഴുവൻ സ്റ്റാഫിന്റെയും ഡീറ്റെയിൽസ് എടുക്കുവാനായി ഉയർന്ന ഉദ്യോഗസ്ഥൻ പറയും. മാത്രവുമല്ല രാമന്റെ കയ്യിൽ കിട്ടിയ ആ ഫോണിലേക്ക് കോള് വരാനുള്ള നമ്പർ വീണ്ടും ആക്റ്റീവായി. അത് കണ്ടെത്തുവാനായി ഉയർന്ന ഉദ്യോഗസ്ഥൻ വിളിച്ചു പറഞ്ഞു. ആയതിനാൽ ലൊക്കേഷൻ കണ്ടെത്തിയ രാമൻ മെഡിക്കൽ കോളേജിൽ ജോലി ചെയ്യുന്ന രഘുവിന്റെ വീട്ടിലേക്കാണ് എത്തിയത്. രഘു മുൻപ് പോലീസിലായിരുന്നു. പിന്നെ പ്രശ്നമുണ്ടാക്കി പിരിഞ്ഞതാണ്. രഘുവിനെ പറ്റിയൊക്കെ രാമൻ അമ്മയോട് അന്വേഷിച്ചു. കുറച്ചു കഴിഞ്ഞതും രഘു ആണെങ്കിൽ വീട്ടിലേക്കെത്തി. രാമനെ കണ്ടതും പോലീസാണെന്ന് മനസ്സിലാക്കിയ രഘു ഓടുവാനായി ശ്രമിക്കുന്ന സമയം രഘുവിനെ മറ്റുള്ള പോലീസുകാർ പിടികൂടി സ്റ്റേഷനിലേക്കും കൊണ്ടുപോയി. ചോദ്യം ചെയ്തപ്പോഴോ രഘു എല്ലാം തുറന്നു പറഞ്ഞു. രഘു ആണെങ്കിൽ മെഡിക്കൽ കോളേജിലെ സെക്യൂരിറ്റിയായി ജോലി ചെയ്തപ്പോൾ അവിടെ ഡോക്ടറിനെ കാണാൻ വന്ന ആളായിരുന്നു ഊർമിള. ആദ്യ കാഴ്ചയിൽ തന്നെ രഘുവിന് ഊർമിളയെ കണ്ട് ഇഷ്ടമായി. അവർ തമ്മിൽ നല്ല അടുപ്പത്തിലുമായി. അവരുടെ ബന്ധം പുറത്തറിയാതിരിക്കാൻ അവർ ഒരുപാട് ശ്രദ്ധിച്ചു. ഫോൺ വിളിക്കുവാനായി രഘു ഹോസ്പിറ്റലിൽ നിന്നും മറന്നു വെച്ചിട്ട് രോഗികൾ പോകുന്ന ഫോണിലൊന്ന് ഊർമിളയ്ക്ക് നൽകി. രാത്രി കാലങ്ങളിലെല്ലാം ഊർമിളയെ കാണുവാനായി രഘു വരുമായിരുന്നു. അപ്പോഴെല്ലാം ഊർമിള CC ക്യാമറ ഓഫാക്കും. ഒരിക്കൽ രഘു തന്റെ ജോലി നഷ്ടമായതിനെ തുടർന്ന് ഊർമിളയോട് ക്യാഷ് ചോദിച്ചു. ഊർമിളയാണെങ്കിൽ കൊടുക്കുവാനായും തയ്യാറായില്ല. ഒടുവിൽ കുറച്ച് കാശ് തരാമെന്നവൾ സമ്മതിക്കും. അങ്ങനെയാണ് കാശ് വാങ്ങാൻ ആ ക്രിസ്മസ് രാത്രി ഊർമിളയുടെ വീട്ടിലേക്ക് എത്തിയത് രഘു. അപ്പോൾ ആ ജയരാജ് അവിടെ വന്നിരുന്നു.
അയാൾ പോയപ്പോൾ ഊർമിള CC ക്യാമറ ഓഫാക്കി. രഘു അകത്ത് കയറി. അവർ തമ്മിൽ ഫിസിക്കൽ റിലേഷനിലും ഏർപ്പെട്ടു. എല്ലാം കഴിഞ്ഞ് രഘു തനിക്ക് ആവശ്യമായ കാശ് ചോദിച്ചപ്പോൾ ഊർമിള ഒരു 10,000 രൂപ നൽകി. അത് രഘുവിന് പറ്റില്ലായിരുന്നു. 3 ലക്ഷം വേണമെന്ന് രഘു പറഞ്ഞു. അത് കേട്ട ഊർമിളയും ഷോക്കായി. ഊർമിള 3 ലക്ഷം കൊടുക്കാനൊന്നും തയ്യാറായില്ല. രഘുവിനോട് പോകുവാനായും പറഞ്ഞു. അലമാരയിൽ നിറയെ കാശിരിക്കുന്നത് രഘു കണ്ടിരുന്നു. തന്റെ കയ്യിലിരുന്ന തോർത്തുപയോഗിച്ച് കഴുത്ത് ഞെരിച്ച് ഊർമിളയെ കൊന്നു. അവന് കാശ് വേണമായിരുന്നു. എന്നിട്ട് കാശുമെടുത്ത് ഊർമിള കിടന്ന റൂമും പൂട്ടി മദ്യക്കുപ്പിയും എല്ലാം കവറിലാക്കി പുറത്തേക്കിറങ്ങി. കരോൾ വന്നതിനാൽ റബ്ബർ തോട്ടം വഴി പോയപ്പോഴാണെങ്കിലോ കയ്യിലിരുന്ന കവർ ദൂരേക്ക് വലിച്ചെറിഞ്ഞു. അപ്പോഴാണ് ഊർമിളയുടെ കയ്യിൽ താൻ കൊടുത്ത ഫോണുള്ളത് ഓർത്തതും. ഫോൺ എടുക്കാനായി തിരിച്ചെത്തിയ രഘുവിന്റെ കയ്യിൽ താക്കോൽ കാണുന്നില്ല. ഒടുവിൽ അടുക്കളയിലെ മണ്ണെണ്ണ കൊണ്ടുവന്ന് റൂമിലെ വാതിലിലൊഴിച്ച് തീയിട്ടു. കത്തിക്കഴിഞ്ഞതും അകത്ത് കയറി മൊബൈൽ എടുത്തു. ഫിംഗർ പ്രിന്റ്സ് എല്ലാം മാച്ചും കളഞ്ഞു. നടന്നു പോകും വഴിയിൽ കാൽ തന്നെ രഘു ആ പൊട്ടക്കിണറ്റിൽ വീണിരുന്നു. ചെടിയിൽ പിടിച്ച് തൂങ്ങിയ രഘുവിന്റെ കരച്ചിൽ കേട്ടെത്തിയത് രാജുവായിരുന്നു. രാജു രഘുവിനെ രക്ഷിക്കും. എവിടെ പോയതാ ഇതുവഴി? ഊർമിളയുടെ വീട്ടിലേക്കാണോ എന്ന് രാജു ചോദിച്ചതും പണി കിട്ടുമെന്ന് പേടിച്ച് രാജുവിനെയും രഘു കിണറ്റിലേക്ക് തള്ളിയിട്ട് കൊന്നു. തിരിച്ചവിടെ നിന്ന് ഓടിപ്പോയി പഞ്ചമി ബസിന് കൈ കാണിച്ച് അതിൽ കയറി. അപ്പോഴാണ് ഊർമിളയുടെ വീടിന്റെ താക്കോല് തന്റെ കയ്യിലിരിക്കുന്നതെന്ന് മനസ്സിലാക്കിയതും ഉടനെ തന്നെ ആ താക്കോല് ദൂരേക്ക് വലിച്ചെറിഞ്ഞതും. അങ്ങനെ രഘു എല്ലാ കുറ്റവും സമ്മതിച്ചു. കോടതിയിൽ കേസ് വാദിച്ച വക്കീല് രഘുവിന് വധശിക്ഷ തന്നെ നൽകണമെന്ന് അഭ്യർത്ഥിച്ചു. തെളിവുകളും സാക്ഷികളും എല്ലാം രഘുവിനെതിരായതിനാൽ ജഡ്ജിയാണെങ്കിലോ വധശിക്ഷയ്ക്കും വിധിച്ചു. കേസ് നന്നായി അന്വേഷിക്കാത്ത ലോക്കൽ പോലീസിന് പണിഷ്മെന്റ് നൽകി. താൻ കുറ്റവാളിയല്ലെന്ന് തെളിഞ്ഞപ്പോൾ ജയരാജന് സന്തോഷമായി. തെളിയിക്കാതെ കിടന്ന കേസ് അതിൽ നിരപരാധിയെ രക്ഷിച്ച റിട്ടയർഡ് SI രാമചന്ദ്രനെ കോടതി അഭിനന്ദിച്ചു. സന്തോഷത്തോടെ രാമചന്ദ്രനാണെങ്കിലോ പുറത്തേക്ക് പോകുന്നത് കാണിച്ചുകൊണ്ട് സിനിമ അവസാനിക്കുകയാണ്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ചാനൽ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അടുത്തൊരു സിനിമയുടെ കഥയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.